എല്ലാവർക്കും നീറായിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നത് നാസിക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡിഷായിട്ടാണ്. ഇതൊരു തുർക്കിഷ് കബാബാണ്. ഇതുണ്ടാക്കുന്നത് വഴുതനങ്ങയും ബീഫുമാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. ഇതിനായി 2 വലിയ വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ മുത്തബല്ല ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഒരു ഫോർക്ക് കൊണ്ട് നന്നായി കുത്തുക. എല്ലാ ഭാഗത്തും കുത്തു കൊടുക്കണമെങ്കിൽ ഉള്ളി ശരിക്കും പോകും. അതിനുശേഷം ഇതൊരു ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് ചുട്ടെടുക്കാം. വഴുതനങ്ങ വേവുന്ന സമയം കൊണ്ട് നമുക്കിതിൻ്റെ ബീഫ് വേവിച്ചെടുക്കാം. ഇതിനായി 1/2 കിലോ ബീഫ് എടുക്കാം. അതിലേക്ക് മഞ്ഞൾപ്പൊടി, നല്ല ജീരകത്തിൻ്റെ പൊടി, ഉപ്പിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം ഒഴിക്കണ്ട. ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും. അതിനുശേഷം ഒരു 5 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. വഴുതനങ്ങ എല്ലാ ഭാഗവും ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ വഴുതനങ്ങ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി അത് നേരെ തണുത്ത വെള്ളത്തിലേക്ക് മാറ്റാം. തണുത്ത വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ സ്കിന്ന് പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റും. ഇനി ഇത് കത്തി വെച്ച് നടുക്കുന്ന് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലുള്ളതെല്ലാം ഒരു സ്പൂണ് വെച്ച് മാറ്റാം. പിന്നെ വലിയ വഴുതനങ്ങ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കുരു കുറച്ച് വലിപ്പമുള്ളത്, അപ്പോൾ കുറച്ച് കുരുവെല്ലാം എടുത്ത് മാറ്റിക്കളയാം. ഇനി ഒരു കത്തി വെച്ചിട്ട് നന്നായി സ്മാഷ് ചെയ്തെടുക്കാം. ഇനി ഇത് വീണ്ടും ആ പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാം. 1 കപ്പ് തൈര്, 5-6 വെളുത്തുള്ളി ഇതുപോലെ ചോപ്പ് ചെയ്തതോ അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തോ ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, അതിനുശേഷം നന്നായി മിക്സ് ചെയ്യാം. ഇപ്പോൾ മുത്തപ്പല റെഡി ആയിട്ടുണ്ട്. ഇതിനിത് മാറ്റി വെക്കാം. നമുക്ക് ബീഫിനുള്ള മസാല റെഡിയാക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ, ഒരു ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തത്, ഒന്ന് വാടി വരുന്ന സമയത്ത് അതിലേക്ക് മുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ റെഡ് ക്യാപ്സിക്കം എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം. ഞാനിവിടെ ഒരു ചുവന്ന മുളകാണ് ഉപയോഗിച്ചത്. നിങ്ങളടുത്ത് അതില്ലെങ്കിൽ
പച്ചമുളകായാലും പ്രശ്നമില്ല. ഇനി മുളക് ഇല്ലെങ്കിലും പ്രശ്നമില്ല, ക്യാപ്സിക്കം ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് വേവിച്ച് വെച്ച ബീഫ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ്, ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് പാപ്രിക്ക പൗഡറും. പൊടിയായിട്ട് ഇത് രണ്ടുമാണ് മെയിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത്, കുരുമുളക് പൊടിയും പാപ്രിക്കയും. പാപ്രിക്ക ഇല്ലെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പും. ഇതൊന്ന് അടച്ച് വെച്ച് ബീഫിലൊന്ന് മസാല നന്നായി പിടിക്കുന്നത് വരെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ബീഫിലുള്ള വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇനി അതൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. നമ്മളെ ബീഫിലുള്ള വെള്ളമെല്ലാം നന്നായി വറ്റി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മുത്തബൽ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിൻ്റെ മേലെ ബീഫ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മേലെ ബട്ടറിൽ പാപ്രിക്ക ഒന്ന് ചൂടാക്കിയിട്ട് ഇതിൻ്റെ മേലെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നാസിക് റെഡി ആയിട്ടുണ്ട്. ഇത് കുബൂസോ ബ്രെഡോ എന്ത് കൂട്ടിയും കഴിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.